ബിജുമോനെ, ബിജു. എന്താമേ? എന്താമേ? ഇത് നിർമ്മലയ്ക്ക് കൊണ്ടുകൊടുക്ക. എന്താ അത്? ഇച്ചിരി പായസം. അവൾക്കിപ്പോ ഇതിനൊക്കെ കൊതി കാണും. കല്യാണം കഴിച്ചിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. ഗംഗാധരൻ ആളും മിടുക്കനാണല്ലോ. പിന്നെ ആരാ മണ്ടൻ? താലി കെട്ടിയതിന്റെ 10ാം മാസം ഞാൻ പ്രസവിച്ചു. എടി പതുക്കെ പറ, പിള്ളേരാരെങ്കിലും കേൾക്കും. ഓ, വയസ്സുകാലത്ത് ഒരു നാണം കണ്ടില്ലേ? വിടന്ന് അറിയാതെ പറഞ്ഞു പോയി. വിട്. ഓഫീസിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. എന്താ തിരിച്ചു വരുന്നത്? ഓവർ ടൈം ഉണ്ട്. ഒറ്റയെണ്ണം വിടില്ലല്ലേ? എങ്ങനെയാ വിടുന്നത്? നാട്ടിലും വീട്ടിലും ജനം പെരുകയല്ലേ? പിന്നെ നീ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിർമ്മലയോടൊന്ന് പറഞ്ഞേക്ക്, ഞാനിവിടെ ഓവർ ടൈം ചെയ്യാണ്, രാത്രി എന്നെ കാത്തിരിക്കണ്ട. ഞാൻ പറഞ്ഞേക്കാം. ബിജുമോൻ അല്പം പായസം എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ചേച്ചി, ഗംഗേട്ടന് കുതിര ഓടിക്കറിയോ? എനിക്കൊന്നും അറിയില്ല മോനെ. എനിക്ക് ഓടിക്കറിയാം. നീ ഇപ്പൊ എന്തിനാണ്? ഞാൻ പായസം കൊണ്ടുവന്നതാ. കൊടുത്തില്ലേ? പിന്നെ എന്തിനാ അവിടെ വീട്ടിൽ പോ. പാത്രം വാങ്ങിച്ചിട്ട് പോ. ഇന്നും രാത്രിയിലായിരിക്കും ജോലി. വരാൻ താമസിക്കും അല്ലേ? അമ്മേ, ഇനി എന്നെ നിർമ്മല ചേച്ചിയുടെ വീട്ടിൽ പറഞ്ഞേക്കരുത്. ഞാൻ പോവില്ല. എന്തു പറ്റി മോനെ? ഞാൻ പായസവും കൊടുത്തിട്ട് നിർമ്മല ചേച്ചിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മോഹൻ ചേട്ടാണ് വന്നിട്ട് എന്നോടൊരു ചാട്ടം. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞു. ഇനി വേണേ മോഹൻ ചേട്ടൻ കൊണ്ടുവന്ന് കൊടുക്കട്ടെ. മോഹൻ അവിടെ വന്നിരുന്നു. അവൻ എന്തിനവിടെ പോയി? നിങ്ങളുടെ വെള്ളം നടക്കുന്നു. ഹരി അമ്മ നിലവിളിക്കുന്നു. നിലവിളിക്കുന്നു? ആ. കമ്മീഷണർ അദ്ദേഹത്തിന്റെ വീടല്ലേ? ഗംഗേട്ടന്റെ വീട്ടിൽ എന്തോ ബഹളം നടക്കുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല. ഗംഗേട്ടൻ ഒരു വെട്ടുകത്തിയായിട്ട് ഓടുന്ന കണ്ടു. ആ, നീയല്ലേ ഗംഗാരൻ? അതെ. നടക്ക് സ്റ്റേഷനിലേക്ക്. സാർ, അത്യാവശ്യമായി എനിക്ക് വീട് വരെ ഒന്ന് പോകണം. സാധ്യമല്ല സാർ, എന്റെ വീട്ടിൽ എന്തോ ആപത്തുണ്ടായിരിക്കുന്നു. ഒന്ന് പോയിട്ട്. സാധ്യമല്ല. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? സാർ, ഒന്ന് പോയിട്ട് വിടാ പട്ടികളെ. അയ്യോ, എന്റെ വീട്ടിലെന്തോ ബാധ നടക്കുന്നു സാർ. ഞാനിവിടെ പോവാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കൊലപാതകമാണ്. എന്നിട്ട് പോകാനോ? ഞാനത് തടഞ്ഞതാണ്. എന്നെ വിടൂ സാർ. ഇല്ല, ഈ നിലയിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല. നിങ്ങളൊരു കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. നിർമ്മലയ്ക്ക് എന്തോ ആപത്തുണ്ടായിരിക്കുന്നു. ഒരു നിമിഷം തരും, ഞാനത് പോയി നോക്കട്ടെ. അത് ഞാൻ നോക്കിക്കൊള്ളാം. പറയുന്ന കേൾക്കും. നിങ്ങളുടെ മരുമകനാണ് എന്റെ ഭാര്യയെ നശിപ്പിക്കാൻ. ആരായാലും എന്ത് സംഭവിച്ചാലും ഈ നിലയിൽ നിങ്ങളെ ഞാൻ വിട്ടയക്കില്ല. ഒരു നിമിഷം എനിക്ക് തരൂ സാർ. സാധ്യമല്ല. ഇല്ല, എന്നെ വിടില്ല. ഒരു നിമിഷം എനിക്ക് തരില്ല. നിങ്ങൾ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർത്തു. എന്നെ വിട്, എന്നെ വിട്, എന്നെ വിടാൻ. എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. വിടാനാണ് പറഞ്ഞത്. വിടാൻ. നീ എന്നെ ചതിക്കും. എടാ ദ്രോഹി, എന്റെ നിർമ്മലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാൽ നിങ്ങളെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എടാ വിടാ, വിടാ, വിടാ. എടാ, എന്റെ ജീവിതം നശിപ്പിച്ച മനുഷ്യ, നിന്നെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓർമ്മിച്ചോ? പെട്ടെന്നുണ്ടായ ഷോക്കിൽ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
കഴിഞ്ഞതൊന്നും തിരിച്ചറിയാനാവില്ല. ഈ നിലയിൽ അവരുടെ അമ്മയുടെ ശവസംസ്കാരത്തിന് കൊണ്ടുപോകാം. ശാരീരികമായി ആപത്തൊന്നുമില്ല. ഒരുപക്ഷെ അമ്മയുടെ മൃതദേഹം കണ്ടാൽ ബോധം തിരിച്ചു വന്നെങ്കിലുമായി. മരിച്ച സ്ത്രീക്ക് മറ്റു മക്കളാരുമില്ല. പിന്നെ മരുമകനായിട്ട് ഗംഗാധരൻ മാത്രമേ ഉള്ളൂ. അയാളോടൊന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ സാർ. സാർ, എന്റെ ഭാര്യ നിർമ്മലേ, 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 നിർമ്മലേ. അവർക്കൊന്നും തിരിച്ചറിയാനാവില്ല. നിർമ്മലേ, നിർമ്മലേ, നിർമ്മലേ. സമയമായി. നീ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നാൽ ആ കഴുകന്മാർ എന്നെ കുത്തിവരിക്കും. ഈ ലോകം നമുക്കുള്ളതല്ല. നിന്നെ രക്ഷിക്കാൻ, നമുക്ക് രക്ഷപ്പെടാൻ ഞാൻ മരിക്കണം. ഗംഗാധര, അയാളൊന്നും ചെയ്യണ്ട. എടാ ദ്രോഹി, എന്റെ നിർമ്മലയെ കൊന്നത് നീയാണടാ. നിന്റെ മരുമകന്റെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ വേണ്ടി ബലിയായത് എന്റെ ഭാര്യയാണോ? നീ ഓർമ്മിച്ചോ? ഒരു ദിവസം ഇത് തകർത്ത് ഞാൻ പുറത്തു വരും. അന്ന് നിന്നെയും നിന്റെ മരുമകനെയും നിന്റെ വംശത്തിൽ ഓരോരുത്തരെയും ഞാൻ അരിഞ്ഞു വീഴ്ത്തും. സകലത്തിൽ ഞാൻ തകർക്കുമിടാ. ഗംഗ ജയിൽ ചാടിയോ? രക്ഷപ്പെട്ട ഭയങ്കര